കോൺഗ്രസ് തിരിച്ചുവരവ് ആഘോഷിക്കുകയായിരുന്നു ഇതുവരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലും BJPയെ തറപറ്റിച്ചുകൊണ്ട് വിജയം നേടിയതിന്റെ ആനന്ദ ലഹരിയിലായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും അവരെ ഉണർത്താൻ ഗുജറാത്ത് വേണ്ടി വന്നു. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ MLA BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ ആശാ പട്ടേലാണ് BJPയിലേക്ക് ചേർന്നത്. ഉഞ്ച് മണ്ഡലത്തിലെ MLA ആയിരുന്ന അവർ പാർട്ടിയുടെ തീരുമാനങ്ങളിൽ മനം മടുത്തിട്ടാണ് BJPയിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവർ രാജിക്കത്ത് സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിയോട് എന്താണ് താൻ രാജിവെക്കുന്നതിന്റെ കാരണമെന്ന് കത്തെഴുതി ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവർ രാജിവെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവർ ഗുജറാത്ത് മന്ത്രിയായിരുന്ന വിജയ് രൂപാണിയെ, BJP മന്ത്രിയായ വിജയ് രൂപാണിയെ കണ്ട് സംസാരിക്കുകയും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തത്. അതിനെ തുടർന്ന് MLA സ്ഥാനം രാജിവെച്ച അവർ പാർട്ടി അംഗത്വവും രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാജിവെച്ച് നേരെ BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അതിനവർ പറയുന്ന കാരണങ്ങളും കേൾക്കേണ്ടതുണ്ട്. കോൺഗ്രസ് വിട്ട് അവർ BJPയിലേക്ക് ചേരുന്നതിന്റെ കാരണങ്ങളും രാഹുൽ ഗാന്ധിക്ക് എഴുതിയ രാജിക്കത്തിൽ പറയുന്നുണ്ട്. അത് ഇതൊക്കെയാണ്: 10% വരുന്ന മുന്നോക്കക്കാരിലെ ദരിദ്രർക്കായി 10%ഓളം സംവരണം ഏർപ്പെടുത്തിയ മോദിയുടെ നടപടിയെ പ്രകീർത്തിക്കുന്നു. കോൺഗ്രസിന്റെ നിലപാടിൽ അല്ലെങ്കിൽ മുന്നോക്കക്കാരെ വേണ്ടെന്ന് വെക്കുന്ന, അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത കോൺഗ്രസിന്റെ നിലപാടിൽ വേദനയുണ്ട്. കോൺഗ്രസിന്റെ നിലപാടിൽ മനം മടുത്താണ് BJPയിലേക്ക് പോകുന്നത്. ഇത്രമാത്രമല്ല, രാജിക്കത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നതിനോടൊപ്പം അവർ മോദിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം വളരെ പക്വമതിയായ ഒരു രാഹുലിനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. എവിടെ ചെന്നാലും, റാലികളെ അഭിസംബോധന ചെയ്യുമ്പോഴായാലും ലോക്സഭയിലൊക്കെ ആയാലും എന്തിലായാലും വളരെ പക്വതയോടെ വേണ്ടത്ര മാത്രം അറിഞ്ഞ് സംസാരിക്കുന്ന ഒരു രാഹുൽ. ഇത് രാഹുലിനേറ്റ തിരിച്ചടിയാണ്, കോൺഗ്രസിനേറ്റ തിരിച്ചടിയാണ്. ഗുജറാത്തിലെ കോൺഗ്രസ് MLA രാജിവെച്ച് BJPയിലേക്ക് ചേർന്നത് ഉറപ്പായും കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി തന്നെയെന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. മറ്റു പാർട്ടിയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുമ്പോഴും കർഷകരുടെയും മറ്റ് സാധാരണക്കാരുടെയും ഒപ്പം നിൽക്കുമ്പോഴും സ്വന്തം കാലിന് കീഴിലുള്ള മണ്ണ് പോകുന്നത് രാഹുൽ ഗാന്ധിയും കൂട്ടരും അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ആശാറാണിയെ പോലെ അവിടെ കോൺഗ്രസിന്റെ എടുത്തു പറയേണ്ട ഒരു നേതാവ് രാജിവെച്ച് മനം മടുത്തിട്ടാണെന്ന്, പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെ നിലപാടിലും മനം മടുത്തിട്ടാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഏറ്റ തിരിച്ചടി തന്നെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രോളുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പട്ടാമ്പിയിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ റാലിയും യുവജന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തത് ഇവരാണ്, ആശാ പട്ടേലാണ്. ഇന്നിപ്പോൾ ഫെബ്രുവരി ആയപ്പോഴാണ് ഇവർ രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നത്. ഇതിനോടനുബന്ധിച്ച് ട്രോളന്മാർ പറയുന്നത് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ കൊഴിഞ്ഞ് BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ്. നാടൊട്ടുക്ക് നടന്ന് പ്രസംഗം നടത്തുമ്പോഴും ബാക്കിയുള്ളവർക്കായും സാധാരണക്കാർക്കായാലും കർഷകർക്കായാലും വാഗ്ദാനങ്ങൾ നടത്തുമ്പോഴും രാഷ്ട്രീയം പറയുമ്പോഴും രാഹുൽ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്: കൂടെ നിർത്തുന്നവരെ കൂടെ തന്നെ പിടിച്ചു നിർത്താൻ. ഇതുപോലെയുള്ള കൊഴിഞ്ഞുപോക്കുകൾ കോൺഗ്രസിന്റെ എടുത്തു പറയാനാകുന്ന ഒരു നേതാവായിരുന്നു ആശാ പട്ടേൽ. ആശാ പട്ടേലിന്റെ കൊഴിഞ്ഞുപോക്ക് ഒരു സൂചനയാണ്. ഇനിയും ഇതുപോലെയുള്ള നേതാക്കന്മാർ കൊഴിഞ്ഞു പോകുന്നതിനെ തടയാൻ രാഹുൽ ഗാന്ധി തന്നെ മുന്നിട്ടിറങ്ങണം.